പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് അസ്വസ്ഥമായ കാലഘട്ടത്തിൽ ആശ്വാസമേകുന്ന ഒരു സന്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, ബഹളങ്ങൾ നിറയുന്നതും വേദനകൾ കൺമുന്നിൽ ഒളിച്ചിരിക്കുന്നതുമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആൾക്കൂട്ടങ്ങൾ ആർപ്പ് വിളിക്കുന്നു, സ്ക്രീനുകൾ തിളങ്ങുന്നു, കളിതമാശകൾക്കും ഷോകൾക്കും അഭിപ്രായങ്ങൾക്കും വേണ്ടി വികാരങ്ങൾ അലതല്ലുന്നു. എന്നാൽ അതേസമയം ലോകത്തിന്റെ നിഴലുകളിൽ വിവരിക്കാനാവാത്ത കഷ്ടപ്പാടുകൾ തുടരുകയാണ്. തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സൂര്യന് താഴെ പുതുതായി ഒന്നുമില്ല. സഭാപ്രസംഗി 1:9. കായീൻ ആബേലിനെതിരെ എഴുന്നേറ്റ അന്ന് തൊട്ട് അക്രമവും അനീതിയും ക്രൂരതയും മനുഷ്യചരിത്രത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ വാർത്താ തലക്കെട്ടുകൾ പുതിയ പാപങ്ങളല്ല, അവ ഇപ്പോഴും ഉണങ്ങാത്ത പഴയ മുറിവുകൾ തന്നെയാണ്. നാം സംസ്കാരത്തെക്കുറിച്ച് തർക്കിക്കുന്നു, ഭാഷയുടെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ വിഘടിച്ചു നിൽക്കുന്നു. ചിലർ ആക്രോശിക്കുന്നു, ചിലർ പ്രതിരോധിക്കുന്നു. ഈ നിമിഷം ആസ്വദിക്കൂ എന്ന് ചിലർ പറയുന്നു, മറ്റുള്ളവർ കണ്ണടയ്ക്കുന്നു. ആ ദുരിതങ്ങൾ തങ്ങളെ ബാധിക്കാത്ത കാലത്തോളം അത് സാരമില്ലെന്ന് അവർ കരുതുന്നു. എന്നാൽ നാം നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ തന്നെ അന്യായമായി തടവിലാക്കപ്പെട്ടവരും പീഡിപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളും വിലയില്ലാത്തവരായി തള്ളപ്പെട്ട ജീവിതങ്ങളുമുണ്ട്. എവിടെയാണ് നീതി എന്ന് നാം ചോദിക്കുന്നു. മനുഷ്യൻ നടപ്പിലാക്കുന്ന നീതിക്ക് ശിക്ഷിക്കാൻ കഴിഞ്ഞേക്കും, എന്നാൽ പീഡിപ്പിക്കപ്പെട്ടവർക്കോ കൊല്ലപ്പെട്ടവർക്കോ നഷ്ടപ്പെട്ടത് തിരികെ നൽകാൻ അതിനാവില്ല. ഒരു നഷ്ടപരിഹാരത്തിനും അത്തരം തിന്മകളെ ഇല്ലാതാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പ്രഭുക്കന്മാരിലോ രക്ഷിക്കാൻ കഴിയാത്ത മനുഷ്യരിലോ ആശ്രയിക്കരുത്. സങ്കീർത്തനങ്ങൾ 146:3. ചിലപ്പോൾ ഉടനടിയുള്ള ഒരു വിധി നടപ്പിലാക്കാൻ നാം ആഗ്രഹിച്ചു പോകും. ഒരു പ്രളയത്തിനായോ സ്വർഗത്തിൽ നിന്നുള്ള അഗ്നിക്കായോ ദൈവം എല്ലാം തുടച്ചു നീക്കുന്നതിനായോ നാം കൊതിക്കും. ഇസ്രായേൽ ജനത കാളക്കുട്ടിയെ ഉണ്ടാക്കിയപ്പോൾ മോശയ്ക്കും ഇതേ വികാരം തന്നെ തോന്നിയിരുന്നു. തന്റെ ജനത്തിന്റെ വഞ്ചനയിൽ കർത്താവ് അഗാധമായി ദുഃഖിച്ചു. പുറപ്പാട് 32. എന്നിട്ടും നമ്മെ ഒന്നിപ്പിച്ച് നിർത്തുന്ന അത്ഭുതം ഇതാണ്, ദൈവത്തിന്റെ കരുണ അവിടുത്തെ കോപത്തേക്കാൾ വലുതാണ്. കർത്താവ് കരുണയും കൃപയും നിറഞ്ഞവൻ, ദേഷ്യപ്പെടാൻ വൈകുന്നവൻ, അളവറ്റ സ്നേഹമുള്ളവൻ. സങ്കീർത്തനങ്ങൾ 103:8. മനുഷ്യവർഗം അവിടുത്തെ പുത്രനെ തള്ളിക്കളയുകയും പരിഹസിക്കുകയും ക്രൂശിക്കുകയും ചെയ്തിട്ടും ദൈവം തന്റെ കരുണ പിൻവലിച്ചില്ല. പകരം ക്രിസ്തുവിലൂടെ ലോകത്തിന്റെ പാപവും കഷ്ടപ്പാടും അവിടുന്ന് തന്നിലേക്ക് ഏറ്റെടുത്തു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ലൂക്കോസിന്റെ സുവിശേഷം 23:34. മറഞ്ഞിരിക്കുന്ന ഓരോ തടവറയും ദൈവം കാണുന്നുണ്ട്. ആരും കേൾക്കാത്ത ഓരോ നിലവിളിയും അവിടുന്ന് കേൾക്കുന്നു. നിശബ്ദതയിൽ ഒഴുകുന്ന ഓരോ കണ്ണുനീർത്തുള്ളിയും അവിടുന്ന് അറിയുന്നു. അവിടുന്ന് നിസ്സംഗനല്ല, അവിടുന്ന് ദീർഘക്ഷമയുള്ളവനാണ്. സഹനത്തോടെ കാത്തിരിക്കുന്നത് നശിപ്പിക്കാനല്ല, മറിച്ച് വീണ്ടെടുക്കാനാണ്. ആരും നശിച്ചു പോകുവാൻ ആഗ്രഹിക്കാതെ എല്ലാവരും പശ്ചാത്താപത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് കർത്താവ് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. 2 പത്രോസ് 3:9. അങ്ങനെയെങ്കിൽ ലോകം നെടുവീർപ്പിടുമ്പോൾ നാം എന്ത് ചെയ്യാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്? യാഥാർത്ഥ്യത്തിൽ നിന്ന് ഓടിയൊളിക്കാനല്ല, ഹൃദയം കഠിനമാക്കാനല്ല, നിരാശയ്ക്ക് കീഴടങ്ങാനുമല്ല, മറിച്ച് സഹിച്ചു നിൽക്കാനാണ്. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 24:13. സഹിച്ചു നിൽക്കുക എന്നാൽ തിന്മയെ അംഗീകരിക്കുക എന്നല്ല, മറിച്ച് ഓട്ടം പൂർത്തിയാക്കുന്നത് വരെ ക്രിസ്തുവിൽ വേരൂന്നിയവരായി, ഉണർന്നിരിക്കുന്നവരായി, കരുണയുള്ളവരായി, വിശ്വസ്തയോടെ തുടരുക എന്നതാണ്. ലോകത്തെ മുഴുവൻ നന്നാക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല, പക്ഷെ തളർന്നു പോകാതിരിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് സ്നേഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ഇരുട്ടിലെ വെളിച്ചമായി നമുക്ക് ജീവിക്കാം. അവസാന വാക്ക് ക്രൂരതയുടേതോ അരാജകത്വത്തിൻ്റെതോ അല്ല,
മറിച്ച് ദൈവത്തിൻ്റെതാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതാ ഞാൻ സകലത്തെയും പുതുതാക്കുന്നു. വെളിപ്പാട് 21:5. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനും പരിശുദ്ധനുമായ ദൈവമേ, ഞങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ നോക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം ഭാരപ്പെടുന്നു. കരുണയില്ലാത്ത ബഹളങ്ങളും മനസാക്ഷിയില്ലാത്ത ആഘോഷങ്ങളും അവസാനിക്കാത്ത വേദനകളും ഞങ്ങൾ കാണുന്നു. കർത്താവെ, അവിടുന്ന് ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. അങ്ങയുടെ കണ്ണുകളിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. പീഡിപ്പിക്കപ്പെടുന്ന ഓരോ കുഞ്ഞിനെയും, അനീതി നിറഞ്ഞ തടവറകളെയും, അക്രമത്തിന് ഇരയാകുന്ന ഓരോ ജീവിതത്തെയും അവിടുന്ന് കാണുന്നു, അറിയുന്നു, ദുഃഖിക്കുന്നു. മറ്റുള്ളവർ അസഹനീയമായ വേദനയിൽ തകരുമ്പോൾ ഞങ്ങൾ സ്വന്തം സുഖങ്ങളിൽ മുഴുകിയതിന് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിശബ്ദതയ്ക്കും ഉദാസീനതയ്ക്കും ഞങ്ങളോട് ക്ഷമിക്കണമേ. എങ്കിലും ഞങ്ങളുടെ പരാജയത്തെക്കാൾ വലുതാണ് അങ്ങയുടെ കരുണ എന്ന് ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. കുരിശുമരണത്തിന് ശേഷവും അവിടുന്ന് ഞങ്ങളെ ഉപേക്ഷിച്ചില്ലല്ലോ. അങ്ങയുടെ ക്ഷമ ഇന്നും ലോകത്തെ സൗഖ്യത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും വിളിക്കുന്നു. സഹിച്ചു നിൽക്കുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. തുറന്നിരിക്കുന്ന കണ്ണുകളും ശാന്തമായ കൈകളും തണുത്തു പോകാത്ത വിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ. സ്നേഹിക്കുവാൻ പ്രയാസമുള്ളപ്പോഴും സ്നേഹിക്കാനും, പ്രത്യാശിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോഴും പ്രത്യാശിക്കുവാനും, നീതി വൈകുന്നുവെന്ന് തോന്നുമ്പോൾ അങ്ങയിൽ വിശ്വസിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവായ യേശുവേ, എഴുന്നള്ളി വരണമേ. ഞങ്ങൾക്ക് സുഖപ്പെടുത്താൻ കഴിയാത്തതിനെ അവിടുന്ന് സുഖപ്പെടുത്തണമേ. ഞങ്ങൾക്ക് വീണ്ടെടുക്കാൻ കഴിയാത്തതിനെ അവിടുന്ന് വീണ്ടെടുക്കണമേ. ആ ദിവസം വരെ ഞങ്ങളെ വിശ്വസ്തരായി കാത്തു സൂക്ഷിക്കണമേ. ലോകത്തിനു വേണ്ടി കഷ്ടമനുഭവിച്ച് ഉയർത്തെഴുന്നേറ്റവന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ.